ലച്ചു, ഒന്ന് വേഗം എണീക്ക്. എല്ലാവരും കുളിച്ചു, ഇനി നീ മാത്രമേ ഉള്ളൂട്ടാ. ഈ ചേച്ചി ഉറങ്ങാനും സമ്മതിക്കില്ല. നിന്നെ പെണ്ണ് കാണാൻ വരുന്നതിന് ഞാൻ എന്തിനടി കുളിക്കുന്നേ? നീ കുളിച്ചാ പോരെ? ഇനി നിന്റെ മണം എങ്ങനെ അടിച്ചിട്ട് ചെക്കനെ വേണ്ടെന്ന് പറഞ്ഞാലോ? നീ പോയി കുളിക്കുന്നുണ്ടോ? ഇല്ല, ഞാനിപ്പോൾ അച്ഛനെ വിളിക്കും. ഈ പെണ്ണ് സമ്മതിക്കില്ല. ഈശ്വര, ആ ചെക്കനോട് ഇഷ്ടാകണേ. ഇവളെ കെട്ടിച്ചു വിട്ടിട്ട് വേണം മനസ്സമാനത്തോടൊന്ന് കിടന്നുറങ്ങാന്. 10 മിനിറ്റ് കുളിയും പല്ലുതീപ്പും കഴിഞ്ഞു. പക്ഷെ താനു അവിടെ യുദ്ധം തന്നെ യുദ്ധം. പാവം വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഒരു സാരി ചുറ്റാൻ നോക്കി നിൽക്കാതെ ഒന്ന് വന്ന് സഹായിക്കടി ദുഷ്ടേ. എനിക്കെങ്ങും മേല. നിന്നോടാരെയും പുരാതന വേഷം എടുക്കാൻ പറഞ്ഞത്? നല്ല ചുരിദാർ എടുത്താൽ പോരായിരുന്നു? എൻ്റെ ലച്ചു, അറ്റ്ലീസ്റ്റ് സാധനം ഒന്ന് അഴിച്ചെങ്കിലും താ. അവളൊക്കെ പിട്ട് നിൽപ്പുണ്ട്. ഇതിലിപ്പോൾ ഞാൻ കൈവച്ചിട്ട് കാര്യമില്ല. അറിയാവുന്ന ആരെയും തന്നെ വിളിക്കണം. പുറത്ത് പെണ്ണുകളുടെ ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട്. ആരും സഹായിക്കാതിരിക്കില്ല. വാതിൽ മെല്ലെ തുറന്ന് തല പുറത്തേക്കിട്ടാ പോയല്ല രസം. മലവെള്ളപ്പാച്ചിൽ പോലെ അകത്തേക്ക് തള്ളിക്കയറാൻ നിൽക്കുന്ന ആൻറ്റിമാർ ഇപ്പം അകത്തേക്ക് കയറി അവളുടെ കോലം കണ്ട് എല്ലാം ബോധം കിട്ടുക തന്നെ. അതുകൊണ്ട് ഞാൻ അപ്പച്ചിയെ മാത്രം തോണ്ടി വിളിച്ച് അകത്തേക്ക് കയറ്റി. വാതിലടിച്ച് തിരുമ്പോഴുണ്ട് അപ്പച്ചി 5.5 മീറ്റർ തുണി കയ്യിലെടുത്ത് കാലുകൊണ്ട് ചവിട്ടി പിടിച്ച് എന്തൊക്കെയോ ഗോഷ്ടി കാട്ടി. ഒടുവിൽ അവളെ പെണ്ണാക്കി മാറ്റി. ഭാഗ്യം ഇല്ലല്ലേ ഈ പെണ്ണുകാളിലേക്ക് വെറുതെ ആയേനെ. മുളിന് വാതിൽ തുറന്നു കൊടുക്ക്, അവരൊക്കെ കാണട്ടെ. വാതിൽ തുറക്കേണ്ട താമസം. എല്ലാവരും ഇടിച്ചു കയറി. ഒക്കെ അയൽക്കാരാ. കണ്ടാ തോന്നും തനുവിന് ഇവരൊക്കെ ആദ്യമായി കാണുവന്ന്. പെട്ടെന്ന് പുറത്തൊരു ഒച്ചയും വേളും കാറ് വരുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നു. ചെക്കൻ്റെ കൂട്ടർ വന്നെന്ന് തോന്നുന്നു. അടുത്ത സെക്കൻഡിൽ ആൻറ്റിമാരൊക്കെ പുറത്തേക്ക് ഓടി ചെക്കനെ കാണാൻ. ഞാനും വെറുതെ ഒന്ന് പോയി നിന്ന് നോക്കി. അച്ഛൻ്റെ ഉറ്റ ചെങ്ങാതി സതീഷ്ണങ്ങളുടെ മോനാണ് ചെക്കൻ. ഡോക്ടറാ. ആൾ ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് വരാറുണ്ടെങ്കിലും മക്കൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. വൈഫിനെയും കണ്ടിട്ടില്ല. ഇങ്ങനെ ആലോചന മുന്നോട്ട് വെച്ചതും അങ്കിൽ തന്നെയാണ്. നിരഞ്ജൻ ചേട്ടൻ്റെ, അതായത് തനുവിനെ കെട്ടാൻ പോണ ചെക്കൻ്റെ ഫോട്ടോയൊക്കെ കണ്ടിരുന്നു. പക്ഷെ നേരിൽ കാണാതെ ഒരു സമാധാനമില്ല. വേറൊന്നും കൊണ്ടല്ല, ഫോട്ടോയിൽ കണ്ടപ്പോൾ ചെക്കന് മുടിഞ്ഞ ലുക്ക്. സതീഷ്ണെങ്കിലാണെങ്കിൽ അത്ര ലുക്കൊന്നും ഇല്ല. അപ്പോൾ ഒന്ന് കണ്ടല്ലേ പറ്റൂ. ജനാല വഴി ഞാനൊന്ന് എത്തി നോക്കി. 2 ഇന്നോവക്കാർ വന്ന് നിന്നിട്ടുണ്ട്. മുന്നിലത്തെ വണ്ടിയിൽ നിന്നും ഡ്രൈവർ സീറ്റിൽ നിന്നും ഒരു ചെക്കൻ പുറത്തേക്ക് ഇറങ്ങി. ബ്ലാക്ക് ഷർട്ടും ബ്ലൂ പാൻറ്റുമാണ് വേഷം. ഇതിനാണോ ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് ഒരുങ്ങി? ഫോട്ടോയിൽ കണ്ട പോലെ താടിയൊന്നും ഇല്ല, എങ്കിലും ഒരു മാസ് ലുക്കുണ്ട്. ഇത് തന്നെയാണോ കക്ഷി? അപ്പോഴാണ് അപ്പുറത്തെ വശത്തെ വാതിൽ തുറന്ന് നിറഞ്ഞ ചിരിയോടെ പുറത്തിറങ്ങുന്ന വേറൊരു ചെക്കൻ. ഇതെന്താ 2 ചെക്കന്മാരോ? ഇതാടി പയ്യന്, മറ്റേത് അവൻ്റെ അനിയനാ. ഇതാടി പയ്യന്, മറ്റേത് അവൻ്റെ അനിയനാ. അടുത്തുനിന്ന് അപ്പച്ചിയാണ് പറഞ്ഞു തന്നത്. ഇപ്പൊ വന്ന കക്ഷി മുണ്ടും ഷർട്ടും ഇട്ട്. കണ്ടാലേ അറിയാം പെണ്ണ് കാണാൻ തന്നെ. അപ്പോ ഇത് തന്നെ നിരഞ്ജൻ ചേട്ടൻ. മറ്റേത് അനിയൻ സഞ്ജയ്. ആളിന് എന്തോ സങ്കടത്തിന്റെ അസുഖമുണ്ടെന്ന് തോന്നുന്നു. ചിരിക്കുന്ന പോട്ട് ആകെ മൊത്തൊരു പുച്ഛഭാവം. എന്തൊക്കെയായാലും നിരഞ്ജൻ ചേട്ടൻ പൊളി തന്നെ. ചേച്ചിക്കും ചേരും. ഇവരൊക്കെ വന്നിട്ടും എൻ്റെ അച്ഛനെ കാണുന്നില്ലല്ലോ. സാധാരണ സതീഷ്ണങ്ങളെ കണ്ടാൽ ഓടി തലയിലെടുത്ത് നടക്കേണ്ടതാണല്ലോ. പറഞ്ഞു തീർന്നില്ല. ആൾക്കൂട്ടത്തിനിടയിലൂടെ ഓടി വരുന്നു എൻ്റെ ഡാഡിപ്പടി. വന്നപാടെ തുടങ്ങി ചെക്കന് കൈ കൊടുക്കാനും കെട്ടിപ്പിടിക്കാനും. പിന്നെ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് സതീഷ്ണങ്കിൽ. അടുത്ത് കെട്ടിപ്പിടുന്നത് അവിടെയാണ്. പിന്നാലെ ഉണ്ട് അങ്ങളുടെ വൈഫ്. ഭാഗ്യം അച്ഛൻ കെട്ടിപ്പിടിച്ചില്ല. ഇല്ലെങ്കിൽ ഈ ഒരുങ്ങിയതൊക്കെ വേസ്റ്റ് ആയേനെ. വന്നപാടെ നിൽക്കാതെ എല്ലാവരും അകത്തേക്ക് കയറി വാ. എൻ്റെ അമ്മയും കൂട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. എല്ലാവരും അകത്തേക്ക് കയറാൻ തുടങ്ങിയതും ഞാൻ നേരെ മുറിയിലേക്ക് ഓടി. റൂമിലേക്ക് വന്നപ്പോഴാ താനും സ്വപ്നലോകത്ത് മീഞ്ഞു നടക്കുന്നു. അതെ, മതി മതി, ഗ്രാമങ്ങളിൽ പോയി രാപ്പാർത്തത്. പോയി ആ പാവൾക്ക് ഇച്ചിരി വെള്ളം കൊടുക്കാൻ നോക്ക്. കേട്ടതും അവളുടെ കവിളാകെ ചുവന്ന് കയറി. എന്താ ഒരു നാണം. കിച്ചണിൽ ഞങ്ങൾ എത്തും മുമ്പ് തന്നെ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ആരെങ്കിലും എടുത്തോണ്ട് നടന്നാൽ മാത്രം മതി. പറഞ്ഞു വെച്ചെന്ന പോലെ തനു ചായയുടെ ഡ്രോയിൽ പിടിച്ചു. എല്ലേലും എനിക്ക് വേണ്ട. ഉണ്ണിയപ്പം അച്ചപ്പം നിറഞ്ഞ പ്ലേറ്റും താങ്ങി പിടിച്ച് ഞാനാണ് മുന്നേ നടന്നത്. ഇങ്ങനെ ആരെങ്കിലും മുന്നേ നടന്നാലല്ലേ പിന്നെ ഒരു ഗമയുള്ളൂ. ഹാളിൽ വന്നപ്പോയാ എല്ലാരെയും നോക്കി ചിരിച്ചു മടുത്ത ആന്റി. അച്ഛന്റെ കത്തിക്ക് മുന്നിൽ പിഴഞ്ഞുകൊണ്ടിരിക്കുന്ന സതീഷ്ണങ്കിൽ. ഭാവങ്ങൾ മറന്ന് പിരിപോയിരിക്കുന്ന നിരഞ്ജൻ ചേട്ടൻ. ഓ, അനിയന്റെ വിഷാദ രോഗത്തിന് മാത്രം ഒരു മാറ്റവും ഇല്ല. പ്ലേറ്റ് മേശപ്പുറത്ത് വെച്ച് ഞാൻ മാറിയെന്ന് കൊടുത്തു. കാരണം ഇനിയും കാത്തിരുന്ന എൻ്റെ ആളിൻ ഒരു തുള്ളി ചായ കിട്ടാതെ പിഴഞ്ഞു ചാകുമെന്ന് തോന്നിപ്പോയി. ചേച്ചി മന്ദം മന്ദം നടന്നെടുത്തു. ചേട്ടൻ ദാഹിച്ച് അവശനായിരിക്കുന്നു. ആ മുഖം കണ്ടാലറിയാം. ഒടുവിൽ ചേച്ചിയുടെ പ്ലേറ്റിൽ നിന്ന് ചായ എടുത്തതും ദും 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 ദുംദിംനാദും അവസ്ഥ. ഭൂമിയിലുമല്ല സ്വർഗത്തിലുമല്ല കക്ഷി. അമ്മ ബാക്കി പലഹാരങ്ങളും കൊണ്ട് നിരത്തി. അതോടെ നിന്നു. രണ്ടിൻ്റെയും കണ്ണും കണ്ണും നോട്ടം. എല്ലാരെയും പരിചയപ്പെടുത്ത അശോക. സതീഷിനോട് പലരെയും അറിയുമായിരിക്കും. എന്നാലും ചടങ്ങിന് വേണ്ടി പരിചയപ്പെടുത്താം അല്ലേ? ഇതെന്റെ ഭാര്യ പ്രമീള. അമ്മ ഒന്നുകൂടി അച്ഛൻ്റെ അടുത്ത് ചേർന്ന് നിന്നു.
അതെന്റെ മൂത്ത മകൾ ധനലക്ഷ്മി. ഞങ്ങളൊക്കെ തനു എന്ന് വിളിക്കും. ഇവിടെ അടുത്തുള്ള കോളേജിൽ ടീച്ചറാ മോള്. നിരഞ്ജൻ ചേട്ടൻ ഒളി കണ്ണിട്ടൊക്കെ നോക്കുന്നുണ്ട് ചേച്ചിയെ. ഇത് ഉറപ്പിച്ച മട്ട. പിന്നെ ആ നിൽക്കുന്നതിന്റെ ഇളയ മോൾ വരലക്ഷ്മി. വീട്ടിൽ ലച്ചു എന്ന് വിളിക്കും. തനു പഠിപ്പിക്കുന്ന കോളേജിലാ അവളും പഠിക്കുന്നേ. നിന്റെ ഒരു ഭാഗ്യം, 2 പെൺകുട്ടികളെയല്ലേ ദൈവം തന്നേ. ഇവിടെ 2 ഞങ്ങൾ മേക്കാൻ പെട്ട പാട് അല്ലല്ലേ. അങ്കിളിനൊപ്പം ആന്റിയും മഴയിലും ചിരിച്ചു. പക്ഷെ ഇളയതിന്റെ മുഖം കണ്ടിട്ട് ഇന്ന് വീട്ടിലൊരു വധം നടക്കും. അതുകൊണ്ടല്ലടാ നീ എന്റെ മോളെ കൊണ്ടുപോകാൻ വന്നേ. ഒന്നിനല്ലേ ഞങ്ങളിപ്പോ കൊണ്ടുപോകുന്നുള്ളൂ. എന്നാലും നിനക്കൊന്ന് ബാക്കിയില്ലേ? ആ പറഞ്ഞതിൽ എവിടെയോ ഒരു ഉൾക്കുത്തില്ലേ? ഇനി എന്നെ എങ്ങാനും ഈ കുരിശിനെ തല കെട്ടിവെക്കൂ. എനിക്ക് മാത്രല്ല, മുന്നിലിരിക്കുന്ന സാധനത്തിനും ഒരു താങ്ങ് ഫീൽ ചെയ്തിട്ടുണ്ട്. അവനിപ്പോ എന്നെ നോക്കി ദുർവാസാവിന് പഠിക്കുക. അശോക പറയും പോലെ മക്കളെ ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇതെന്റെ ഇളയ മോൻ സഞ്ജയ്. ദുർവാസാവ് തിരുത്തി. ആ സഞ്ജയ്. അവനിപ്പോ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലി നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ടാണ് ഇത്രയും ഹുങ്ക്. മട്ടും പാവം കണ്ടാത്തോന്ന് കളക്ടറാന്ന്. അതിന്റെ മൂത്ത മോൻ നിരഞ്ജൻ. അവൻ പഠിച്ചതൊക്കെ ഇടുക്കിയില്ല. കഴിഞ്ഞ 2 കൊല്ലം അവിടെ തന്നെയായിരുന്നു ജോലി. ഇപ്പോൾ നമ്മുടെ സുധാകരൻ പറഞ്ഞിട്ട് അയലോട്ട് കയറാൻ നോക്കുക. അത് കഴിഞ്ഞ പിന്നെ അവൻ അവിടെ തന്നെ കാണും. ചേച്ചി നാണത്തിന്റെ നിറകുടം വീണ്ടും കമിഴ്ത്തി. അപ്പൊ എങ്ങനെ പിള്ളേർക്കെല്ലാം സംസാരിക്കാനുണ്ടെങ്കിൽ മോള് നിരഞ്ജനെ കൂട്ടി ടെറസിലേക്ക് പോക്കും. എന്താ ഒരു ഉത്സാഹം. നിന്ന് നിൽപ്പ് 2 സ്ഥലം കാലിയാക്കി. അപ്പൊ അശോക ഇതിന് വെച്ച് നീട്ടണോ? മോളെ ഞങ്ങൾ ഇപ്പൊ വേണേലും കൊണ്ടുപോകാൻ റെഡിയാട്ടോ. നമുക്ക് പിള്ളേരോട് കൂടി ചോദിച്ച് തീരുമാനം എടുക്കടാ. നിന്റെ വീട്ടിലേക്കല്ല എന്തായാലും. പിന്നെ എനിക്കെന്തിനാ പേടി? അച്ഛനെങ്കിൽ ഒരു വശത്ത് സംസാരം, മറുവശത്ത് അമ്മയും ലതാന്റെയും. ദുർവാസാവ് മാത്രം വർഷങ്ങൾക്ക് ശേഷം ചെറിയാൻ ഒരാളെ കിട്ടിയ പോലെ എന്നെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട്. ഈ ചേച്ചി ഇത് എവിടെ പോയി കിടക്കുക? അവസാനം എത്തി 2. ഭാഗ്യം അങ്ങനെ എന്നെ ഭസ്മമാക്കിയിട്ടില്ല. എന്നാ പിന്നെ മോനെ നമുക്ക് ഇറങ്ങാം. അശോക ഞങ്ങൾ ഇറങ്ങാട്ടാ. കാര്യങ്ങളൊക്കെ എന്താന്ന് വെച്ചാ നീ മോളുമായി ആലോചിച്ചിട്ട് പറയും. കേൾക്കേണ്ട താമസം. ദാ ചാടി ഇറങ്ങി പോണു അനിയന്. ഇതിന് വല്ല പേയും പിടിച്ചാവോ? ചേട്ടൻ പിന്നെയും കറങ്ങുന്നുണ്ട്. ചേച്ചി അപ്പോഴേക്കും എന്റെ പിന്നിൽ വന്നൊളിച്ചു. നമ്പറൊക്കെ മേടിച്ചല്ലോ അല്ലേ ചേച്ചി? ഓ, ആ തലകുലക്കം കണ്ടാലേ അറിയാം അതായിരിക്കും ആദ്യം മേടിച്ചത്. മടിച്ച് ചേട്ടനും പിന്നാലെ അമ്മയും ഇറങ്ങി. അങ്കിൾ അച്ഛന്റെ അവസാന കെട്ടിപ്പിടുത്തത്തിന് കാത്തു നിൽക്കുക. കെട്ടിപ്പിടുത്തം കഴിഞ്ഞ് പിരിഞ്ഞ ഇണക്കുരുവളുടെ നോട്ടം ഇപ്പൊ എന്റെ നേർക്കാണ്. ഇവളെയും നമുക്കൊന്ന് തളയ്ക്കേണ്ട അശോക. വേണ്ടട്ടാ, ആ പൊതി മനസ്സിലിരിക്കട്ടെ. അങ്കിൾ ഞാൻ സന്തോഷത്തോട് നിൽക്കുന്ന കണ്ടിട്ട് പിടിക്കണില്ലല്ലോ. എല്ലാവരും കൂട്ടച്ചിരി. സഞ്ജയ് ഒഴികെ. അവനാണെങ്കിൽ ഒരുമാതിരി നോട്ടം. ഇതെന്ത് പാട്? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അച്ഛൻ വരുന്നുണ്ടോ? ആ സാധനം കിടന്ന് കയറ് പൊട്ടിക്കുന്നുണ്ട്. ഇത് കടിക്കോ? അറിയാതെ എന്റെ വായിൽ നിന്ന് വീണതാ. എന്റെ അമ്മേ, അതിന് പിടിച്ചായി എല്ലാവരും ചിരി. കടിക്കൂലടി, മാന്തും. അങ്ങയുടെ ഒടുക്ക തളർച്ചയാണ് കേട്ടത്. ഇതിനെ എങ്ങനെ ഇവര് സഹിക്കുന്നേ? പിന്നെ എന്തോ പറയാൻ വേണ്ടി അങ്ങനെ വാ തുറന്നതും പൊന്നളെ എന്നെ രക്ഷിച്ചെന്ന് പറഞ്ഞാൽ മതി. പുള്ളി ഓടിച്ചെന്ന് അനിയനെ എന്തൊക്കെയോ മന്ത്രം പറഞ്ഞ് തളച്ചു. എന്നിട്ടും അടങ്ങിയോ എന്ന് ചോദിച്ചാൽ തീർത്തും പറയാറായിട്ടില്ല. നിരഞ്ജൻ ചേട്ടൻ അതിനെ ചവിട്ടി മടക്കി കാറിലിട്ട് ഡോറടിച്ചു. ഗ്ലാസിനുള്ളിൽ കൂടി ആ ജീവി ഇപ്പോഴും എന്തൊക്കെയോ പെറുവിറുക്കുന്നുണ്ട്. എന്നാ പിന്നെ വൈകിക്കണ്ട, അങ്കിള് മഴ വരുന്നതിന് മുമ്പ് പൊക്കോ. വിക്കി ഞാൻ പറഞ്ഞൊപ്പിച്ചു. മോൾക്ക് അപ്പോഴേക്കും പേടിയായോ? ഏയ്, ഞങ്ങള് ഇതിനെയൊന്നും വീട്ടിൽ വളർത്താറില്ല, അതുകൊണ്ടാ. അങ്കിള് ചിരിച്ചുകൊണ്ട് എന്നെ ചേർത്ത് പിടിച്ചു. അവന്റെ ഫ്രണ്ടിന്റെ കല്യാണമായിരുന്നു ഇന്ന്. പോകാൻ ഞങ്ങളെ വിട്ടില്ല. നേരെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നു. അതിന്റെ ചൂടിലാശൻ. ഞാൻ ചിരിച്ചെന്ന് വരുത്തി. കൂടി നിൽക്കുന്ന പെണ്ണുങ്ങളും കിക്കി ചിരി തന്നെ. എല്ലാവരും ഗാലറിയിൽ നിന്ന് കളി കാണാൻ നല്ല രസാ. കണ്ണിച്ചൊരില്ലാത്ത സാധനങ്ങൾ. ഒടുവിൽ സമാധാനക്കൂടി വീശി വണ്ടികൾ പോകാൻ പുറപ്പെട്ടു. പാതി ശ്വാസം വീണു. ചേച്ചി അപ്പോഴും കാലുകൊണ്ട് ത്രികോണത്തിന്റെ 3ാമത്തെ വശം വരക്കുന്നു. നിരഞ്ജൻ ചേട്ടന് ആകമത്ത ഒരു പെടപ്പ്. ആ വിട്ടുപോത്ത് മാത്രം കണ്ണൂട്ടൽ നിർത്തിയില്ല. സതീഷ്ണങ്ങളാണെങ്കിൽ ഇളയ സന്ധ്യയുടെ ലീലാവിലാസിൽ കണ്ട് ചിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെ പറ്റുന്നു? 2ാമത്തെ വണ്ടി ഗേറ്റ് കടന്നു പോയി. എടുത്തോണ്ട് പോടാ എന്ന ഭാവത്തിൽ ഞാൻ ആദ്യത്തെ വണ്ടിയെ നോക്കി. സ്റ്റാർട്ടാക്കിയ ഇന്നോവ സഞ്ജയ് പെട്ടെന്ന് സ്റ്റഡർ ബൈക്ക് ഇട്ട് നിർത്തി. എന്നിട്ട് ഗ്ലാസ് താഴ്ത്തി എന്റെ അച്ഛനെയാണ് നോട്ടം. മാമ, ആ നിൽക്കുന്ന വായൊക്കെ നിങ്ങളുടെയാ? ഏത്? അതോ? അത് അപ്പുറത്തെയാടാ. ഞങ്ങൾക്ക് ഈ കവുങ്ങും കുരുമുളകും മാത്രമേ ഉള്ളൂ. വാഴയായിരുന്നു ഇതിലും നല്ലത്. ഒരു ലോഡ് പുച്ഛത്തിലാണ് അങ്ങനെ എന്നെ നോക്കിയത്. കേട്ടപാടെ പൊട്ടിച്ചിരിക്കാൻ എൻ്റെ അച്ഛനും. ഇങ്ങനെ എന്നെയല്ലേ വായെന്ന് ഉദ്ദേശിച്ച് കാലമാടെ ഇങ്ങനെ ഞാൻ എടുക്കാൻ തുടങ്ങിയ വണ്ടിയുടെ പിറകെ ഞാൻ ഓടാൻ നോക്കുമ്പോഴുണ്ട് തടഞ്ഞു വെക്കുന്ന തനു എന്നെ വിടാനാ പറഞ്ഞ്. അങ്ങനെ ഞാൻ ഇന്ന്. സഞ്ജു, നീ വണ്ടി എടുക്കുന്നുണ്ടോ? നിരഞ്ജൻ ചേട്ടനും അവിടെ ഗുസ്തിയില്ല. വണ്ടി എടുക്ക് സഞ്ജു. അങ്കിള് പറഞ്ഞതും വണ്ടി നീങ്ങാൻ തുടങ്ങി. എത്തി വലിഞ്ഞു നോക്കിയപ്പോ വണ്ടി ഗേറ്റ് കടക്കാറായി. അങ്കിളെ, പോണ വഴി വല്ല ചങ്ങലയും മേടിച്ചോ? ആ സാധനത്തിന് തൊടലൊന്നും പോരാ.
അങ്കിള് ചങ്ങല മേടിച്ച് പിന്നൊരിക്കൽ വരാൻ പോളെ. അശോക, ഒരു വരവ് കൂടി വരേണ്ടി വരും. അവിടെയും എനിക്കിട്ടൊരു താങ്ങും. ഇവരൊക്കെ എന്റെ പുക കണ്ടേ അടങ്ങും. അപ്പോഴേക്ക് വണ്ടി പോയിരുന്നു. വാഴ പോലും വാഴ അരിച്ച് കീറുന്നുണ്ട്. നീ എന്താണ് പിച്ചുമ്പയും പറയണേ? പോയി തുണി മാറ്റാൻ നോക്ക്. ഈ അമ്മ. റൂമിൽ വന്ന ഷോളും കുന്ത്രാടവും ഞാൻ വലിച്ചെറിഞ്ഞു. കട്ടിലിൽ കിടപ്പുണ്ട് ശീലാവതി. ഓ, അവള് നിരഞ്ജൻ ചേട്ടന്റെ ഫോട്ടോയിൽ തോണ്ടി കളിക്കുകയാണ്. എല്ലാരും വെളുക്കൊന്നും അറിയണ്ടല്ലോ ഇവിടെ മനുഷ്യന്റെ. ദേ തനു, എനിക്കൊരു കാര്യം പറയുന്നുണ്ട്. എന്താടി? ഞാൻ ഇത് നല്ലതിനാ പറയണേ. നിനക്ക് കല്യാണം വേണ്ട, നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം. എന്തോ? എങ്ങനെ? എടി പോത്തെ, നിരഞ്ജൻ ചേട്ടൻ നല്ലവനൊക്കെ തന്നെ. അത് മാത്രം പോരല്ലോ, നിനക്ക് അങ്ങയുടെ കൂടെ ജീവിക്കണ്ടേ? അതിനെന്തായാലും ആ ഇളയ വ്യക്തി നിന്നെ സമ്മതിക്കൂല. നീയും കണ്ടതല്ല അതിന്റെ സ്വഭാവം. പെണ്ണാണ് വന്ന വീട്ടിലെ പെണ്ണിനെ കയറി ആരെങ്കിലും വായെന്ന് വിളിക്കോ? അപ്പൊ നീ അവനെ കടിക്കുമെന്ന് ചോദിച്ചതോ? അത് അപ്പോഴത്തെ ഒരു ഫ്ലോയിലങ്ങ് വന്നതല്ലേ. ഞാൻ അറിഞ്ഞോ അതിനിപ്പോ ഈ സാധനം ഇങ്ങനെ കുരുക്കുന്ന്. അപ്പൊ സമ്മതിച്ചല്ലോ നീ ആ തുടക്കമിട്ടെന്ന്. നീ അവനെ പോയി ചൊറിഞ്ഞു. അവൻ തിരിച്ചൊന്ന് മാന്തി. തൽക്കാലം അത്രേ ഉള്ളൂ. അതിന്റെ പേരിൽ എന്റെ കല്യാണം മുടക്കാനൊന്നും ഞാനില്ല. വേണം മോള് പോയി കേസ് കൊടുക്ക്. അതും പറഞ്ഞ അവള് വാതിലും വലിച്ചടിച്ചു ഒരു പോക്കായിരുന്നു. ആരോട് കേസ് കൊടുക്കാൻ? അച്ഛനോടു. ബെസ്റ്റ്. കല്യാണം ഇന്ന് വേണോ നാളെ രാവിലെ മതിയൊന്ന് ചിന്തിച്ച് നടപ്പാണ് അച്ഛന്. അമ്മ പിന്നെ ആദർശ പത്നിയാണല്ലോ. അച്ഛന് മൊഴിയുന്നത് മാത്രമേ മൊഴിയൂ. ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും ഞാൻ തന്നെ ഈ കല്യാണം മുടക്കും. നോക്കിക്കോ. പിന്നീടുള്ള ദിവസങ്ങൾ പതിയെ പോലെ എണീക്കണം, കോളേജിൽ പോകണം, ക്ലാസ് കട്ട് ചെയ്യണം, ഏതേലും മരച്ചോട്ടിലിരുന്ന് കത്തിവെച്ച് തന്നുടെ ക്ലാസ് കഴിയും വരെ കാത്തു നിൽക്കണം. അങ്ങനെ 2 ആഴ്ച കടന്നുപോയി. വീട്ടിൽ കൊണ്ടുപിടിച്ച മുഹൂർത്തം നോക്കലാണ്. 2 മാസത്തിനുള്ളിൽ ഇതിന് വിധി വരുന്ന ലക്ഷണമുണ്ട്. തനു ആണെങ്കിലും കൊഞ്ചനും കൊഴലുമാരും ഫുൾ ടൈം ഫോണിലും. ഞായറാഴ്ച ആയിട്ട് ഇന്ന് കോളേജിൽ പോണ്ട. അത് മാത്രമാണ് ആകെയുള്ള ആശ്വാസം. ഫോണിൽ കുത്തി കുത്തി ഞാൻ സീറ്റ് ഔട്ടിൽ വന്നിരുന്നപ്പോഴാ മൺവട്ടി മേന്തി പോകുന്ന എന്റെ മാതാശ്രീ. ഇതെന്താ സംഭവം? രാവിലെ പിന്നാലെ കുറെ വായക്കുന്നുമായി നടക്കുന്നു എന്റെ ഡാഡിപ്പടി. യൂട്യൂബ് ബ്രൂട്ടസ്. അച്ഛനിത് എന്തിന്റെ കുഴപ്പാ? ഇതിപ്പോ എവിടെ നീ വാഴ? ആ മടക്കി പിടിച്ച് ചിരിക്കുന്നു. സതീശന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാടി നല്ല കദലി വാഴ. ഈ സതീശങ്ങൾ വേറെ പണിയൊന്നില്ലേ? ഒരു വാഴ നട ഇറങ്ങിയിരിക്കുന്നു. കൊണ്ടേ അവർക്ക് തന്നെ കൊടുക്ക്. ആ ഇളയ സാധനത്തിന് വല്ല മ്യൂസിക്കാർക്കും പിടിച്ചു കൊടുത്തിട്ട് ഇത് നടാൻ പറ. അവരാവശ്യത്തിന് എടുത്തിട്ടാടി ബാക്കിയോടെ കൊണ്ടുവന്നത്. ഓ, എന്നിട്ട് അങ്കിള് വരുന്നെന്ന് ഞാൻ കണ്ടില്ലല്ലോ. അവനല്ല വന്നേ, നിരഞ്ജന. അവൻ അഹല്യയിൽ ജോലിയായിട്ടുണ്ടെന്ന് പറയാൻ വന്നപ്പോ തന്നതാ. അതൊക്കെ ഇതിനിടയ്ക്ക് നടന്നു. വെറുതെ അല്ല ആ ശിങ്കാരി വിരളി പിടിച്ച പോലെ ഓടി നടന്നത്. നിരഞ്ജൻ ചേട്ടൻ ട്രാൻസ്ഫർ ആയ സ്ഥിതിക്ക് ഇനി ഊരുതണ്ടാനും തുടങ്ങും. ലച്ചു അകത്തു നിന്നാണ് നീട്ടിയുള്ള വിളി. കേൾക്കുമ്പോഴേറെ എന്നെ സൂപ്പിടാനുള്ള എന്തോ കാര്യം സാധിക്കാനാണെന്ന്. മുറിയിൽ വന്നപ്പോൾ സകലമാന തുണികളും വാരി വലിച്ചിട്ടേക്കോ തനു. നീ ഇതെന്താ കാണിക്കണേ? മര്യാദയ്ക്ക് എന്റെ തുണിയൊക്കെ അടക്കിപ്പെറുക്കി വെച്ചോ. അതൊക്കെ ഞാൻ വെക്കാം, നീ ആദ്യം വന്നിരിക്കേ. ഞാൻ നിനക്ക് തരാൻ വെച്ചിരുന്ന ടോപ്പ് നോക്കായിരുന്നു. എനിക്ക് തരാനോ? ഞാൻ എടുക്കാതിരിക്കാൻ ബാങ്ക് ലോക്കറിൽ വെക്കാനും മടിക്കാത്തവളാ ഈ പറയുന്നത്. ഇതിലെന്തോ കുരുക്കുണ്ട്. ഏത് ടോപ്പാ തനു? അതാ ഞാനും നോക്കുന്നേ. നീ എന്നോട് ആ പുതിയ റെഡ് ടോപ്പ് ഇഷ്ടമെന്ന് പറഞ്ഞില്ലേ? ആ കിട്ടിപ്പോയി. ഇത് നീ എടുത്തോ. ഇത് നിനക്കാ കൂടുതൽ ചേരാ. തനു തന്നെയാണോ സംസാരിക്കുന്നേ? നിരഞ്ജൻ ചേട്ടനെ കണ്ടിട്ട് കിളി പോയതാണോ? നീ എന്താ ഇങ്ങനെ നോക്കണേ? നീ ഇതൊന്ന് ഇട്ട് നോക്കിയേ. പെരുമാറ്റത്തിലൊരു വശപ്പിശകൊക്കെ ഉണ്ടേലും ഹോസിന് ഒരു ടോപ്പ് കിട്ടിയതല്ലേ. അപ്പൊ തന്നെ ഞാൻ മാറി വന്നു. അതിനിടയ്ക്ക് അവളും ഡ്രസ്സ് മാറി നിൽക്കുന്നു. കൊള്ളാം, നിനക്ക് നന്നായിട്ടുണ്ട്. വാ, നമുക്കിതൊക്കെ ഇട്ട് പുറത്തേക്കൊന്ന് കറങ്ങിയിട്ട് വരാം. അപ്പോ അതാണ്. അല്ല, ശൃംഗരിക്കാൻ നിനക്ക് ഒറ്റയ്ക്ക് പോയാൽ പോരും തനു. എടി, അച്ഛൻ സമ്മതിക്കൂലടി. പ്ലീസ് പ്ലീസ് ടി, നീയും കൂടെ വാ. നീ ഉണ്ടല്ലേ അച്ഛൻ വീടും. വാ ലച്ചു, പ്ലീസ്. അച്ഛനല്ലേ നിന്നെ കെട്ടിക്കാൻ മുട്ടി നടക്കണേ. അപ്പൊ പിന്നെ നിങ്ങളെ പുറത്ത് വിട്ടാലെന്താ? എടി, അത് പിന്നെ അച്ഛനറിയാൻ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാന്ന്. എന്തുട്ട്? അത് പിന്നെ ഞാനും നിരഞ്ജൻ ചേട്ടനും ഇഷ്ടത്തിലായിട്ട് കുറെ വർഷമായി ലച്ചു. അതറിഞ്ഞിട്ടാ അച്ഛനും സതീഷങ്ങളും കൂടി ഏട്ടനെ ഇടുക്കിൽ നിർത്തി പഠിപ്പിച്ച് കല്യാണം കഴിഞ്ഞിട്ട് മതി കറക്കെന്ന് അച്ഛൻ പറഞ്ഞേക്കണേ. എന്റെ ദേവി, ഇതൊക്കെ എപ്പോ നടന്നു? എടി പിശാശേ, നീ എന്റെ കൂടെ തന്നെയല്ലേ കിടന്നുറങ്ങാറ്? മിണ്ടാപ്പൂച്ച കാലമുടക്കി എന്നൊക്കെ പറയുന്ന എത്ര ശരിയാ. എന്നാൽ നിനക്ക് എന്നോടൊരു വാക്ക്. സോറി ലച്ചു, ഏട്ടൻ ഇന്ന് വന്നതേ ഉള്ളൂ ഇടുക്കിന്ന്. ജസ്റ്റ് പോയിന്ന് കണ്ടിട്ട് നമുക്ക് ഓടി വരാം. പ്ലീസ് ഒന്ന് വാടി. ഇനി ഈ കല്യാണം ഞാനെങ്ങനെ മുടക്കാനാ? നോഷം പിടിക്കാൻ നടക്ക്. ഇനി ഞാൻ കാരണം നീ കാമുകനെ കാണാതിരിക്കണ്ട. താങ്ക് യു ഡി. ഈ ടോപ്പ് നീ തന്നെ എടുത്തോട്ടാ, തിരിച്ചു തരണ്ട. ഇങ്ങനൊരു സാധനം ഞാനൊക്കെ എന്ത് ഭേദം. പുറത്ത് വന്നപ്പോ തൊഴിലുറപ്പുകാരെ പോലെ വായം താങ്ങി പിടിച്ച അമ്മയും അച്ഛനും. ഇതെങ്ങനെ പണ്ടേ ചെയ്തിരുന്നാൽ എനിക്ക് ഈ വേഷം കിട്ടണ്ടായിരുന്നു. അതെങ്ങനെ മക്കള് പ്രേമിക്കാന്ന് പറയുമ്പോ രഞ്ജിപ്പണിക്കരെ പോലെ നിങ്ങൾ കയറി പോരെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഇരിക്കും. എന്നിട്ടിപ്പോ ബോധോദയം വന്നേക്കുന്നു രണ്ടിനും. അച്ഛാ, ലച്ചുവിന് ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുക്കണമെന്ന്. ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാവേ.
അവിടെ എന്നെ തന്നെ കൊലക്കി കൊടുക്കണം. വാഴ കൃഷിക്കാർ മൈൻഡ് ചെയ്തില്ല. മൗനം സമ്മതം. ഞാൻ റോഡിലേക്ക് നടന്നു. കുറ്റിയടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരായി. നിരച്ചേട്ടൻ ഇപ്പോൾ ഇങ്ങനെ വരുമോ തനു? മനുഷ്യന്റെ കാലും കഴുകണം. ഒന്ന് അടങ്ങി എൻ്റെ ലച്ചു. ഏട്ടൻ വന്നുകൊണ്ടിരിക്കുക, ഇപ്പൊ എത്തും. ചേച്ചി പിന്നെയും ഫോൺ വിളിച്ചു വെച്ചു. എത്താറായെന്ന് പറഞ്ഞു തീർന്നില്ല. ദേ എത്തിയല്ലോ അവരോ? ഞാൻ കണ്ണു ചിമ്മി നോക്കി.